മഞ്ചേശ്വരത്ത് ഇത്തവണ തിരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ കൂടുതൽ ചർച്ചയാകുന്നത് അവിടുത്തെ ബൂത്തുകളിൽ അരങ്ങേറാൻ പോകുന്ന ചില അത്ഭുത പ്രവർത്തികളെ കുറിച്ചാണ്. എന്താണ് മഞ്ചേശ്വരത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇപ്പോൾ മണ്ഡലത്തിൽ ഉയർത്തിയിരിക്കുന്നത്. സംഗതി മറ്റൊന്നുമല്ല, UDF-ഉം മുസ്ലിം ലീഗും ചേർന്ന് മഞ്ചേശ്വരത്ത് വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതാണ്. ഇതിനായി അവർ കണ്ടെത്തിയ വഴി വളരെ കൗതുകകരമാണ്. നാട്ടിലില്ലാത്ത പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ പ്രവർത്തകർ വഴി മുൻകൂട്ടി ശേഖരിക്കുക, നാട്ടിൽ വോട്ട് ചെയ്യാൻ വരാൻ സാധ്യതയില്ലാത്ത പ്രവാസികളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ സ്ലിപ്പുകൾ കൈക്കലാക്കി അതുപയോഗിച്ച് അപരന്മാരെ വോട്ട് ചെയ്യിപ്പിക്കുക എന്ന പഴയ തന്ത്രം തന്നെയാണ് ഇത്തവണയും UDF പയറ്റുന്നത്. ഈ വിഷയം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി എന്നീ പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ്. ഇതിൽ തന്നെ മുസ്ലിം ലീഗിന് മാത്രം വലിയ സ്വാധീനമുള്ള 25 ബൂത്തുകളെ സുരേന്ദ്രൻ കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഈ ബൂത്തുകളിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജില്ലാ ഭരണകൂടം ഇവിടെ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത്രയും കാലം മഞ്ചേശ്വരത്ത് ചിലർ ജയിച്ചു കയറിയത് ഈ കള്ളവോട്ടിന്റെ ബലത്തിലാണെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. എന്നാൽ ഇത്തവണ കളി നടക്കില്ലെന്ന് സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുമ്പോൾ അത് UDF ക്യാമ്പുകളിൽ വലിയ നെഞ്ചിടിപ്പുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം കള്ളവോട്ട് എന്ന ലൈഫ് സപ്പോർട്ട് ഇല്ലാതെ മഞ്ചേശ്വരത്ത് ജയിക്കുക എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമായി മാറിയിരിക്കുകയാണ്. സുരേന്ദ്രൻ ഉയർത്തുന്ന മറ്റൊരു പ്രധാന പോയിന്റ് UDF-ന്റെയും ലീഗിന്റെയും വർഗീയ കാർഡിനെ കുറിച്ചാണ്. ഇത്രയും കാലം മഞ്ചേശ്വരത്തെ ജനങ്ങളെ വർഗീയമായി വിഭജിച്ച് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കിയിരുന്നവർക്ക് ഇത്തവണ ആ കാർഡ് ചിലവാകില്ല. അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മണ്ഡലത്തിലെ മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഇത്തരം വർഗീയ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നു എന്നതാണ്. വികസനത്തിന്റെ കാര്യത്തിൽ മഞ്ചേശ്വരത്തെ പിന്നോട്ടടിച്ച UDF-നെ തള്ളിക്കളഞ്ഞ BJP-യുടെ കെ സുരേന്ദ്രന്റെയും വികസന രാഷ്ട്രീയത്തിന് പിന്നിൽ ജനങ്ങൾ അണിനിരക്കുന്നതാണ് UDF-നെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. പ്രചാരണ രംഗത്ത് ജനങ്ങൾ UDF-ന്റെ വ്യാജ പ്രചാരണങ്ങളെ നേരത്തെ തന്നെ നിരസിച്ചു കഴിഞ്ഞു. സർക്കാരിനെതിരായ വികാരം പോലെ തന്നെ ലീഗിന്റെ അഹങ്കാരത്തിനെതിരായ വികാരവും അവിടെ അലയടിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം ഈ 25 ബൂത്തുകളിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മഞ്ചേശ്വരത്തെ ജനാധിപത്യത്തിന്റെ ഭാവി. നടപടി ഉണ്ടായില്ലെങ്കിൽ സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന സുരേന്ദ്രന്റെ മുന്നറിയിപ്പ് ജനാധിപത്യ വിശ്വാസികൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. സത്യസന്ധരായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുകയും കള്ളവോട്ട് സംഘങ്ങളെ ബൂത്തിന് പുറത്ത് നിർത്തുകയും ചെയ്താൽ മഞ്ചേശ്വരത്ത് താമര വിരിയുമെന്ന് സുരേന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വോട്ടർ സ്ലിപ്പുകൾ ശേഖരിച്ച് ജയിക്കാമെന്ന UDF-ന്റെ മോഹം സുരേന്ദ്രന്റെ ജാഗ്രതയ്ക്ക് മുന്നിൽ തകർന്നടിയുകയാണ്. മഞ്ചേശ്വരത്ത് ഇത്തവണ മാറ്റത്തിന്റെ കാറ്റല്ല, കൊടുങ്കാറ്റാണ് വീശാൻ പോകുന്നതെന്ന് വ്യക്തം. UDF-ന്റെ ഇരട്ടത്താപ്പാണ് ഈ നോക്കേണ്ടത്. ഒരു വശത്ത് തങ്ങൾ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന് പ്രസംഗിക്കും, മറുവശത്ത് പാവം പ്രവാസികളുടെ വോട്ടവകാശം കവർന്നെടുക്കാൻ സ്ലിപ്പും ശേഖരിച്ച് നടക്കും. മഞ്ചേശ്വരത്തെയും കുമ്പളയിലെയും മംഗൽപടിയിലെയും ഒക്കെ വീടുകളിൽ കയറി ഇവർ ഈ സ്ലിപ്പുകൾ അടിച്ചു മാറ്റുന്നത് വികസനം പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ്. സ്വന്തം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് കാരണം വോട്ട് ചോദിക്കാൻ പോയാൽ ജനങ്ങൾ ആട്ടി ഓടിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ജനത്തെ നേരിടുന്നതിന് പകരം നാട്ടിലില്ലാത്തവരുടെ വോട്ട് ചെയ്യുക എന്ന എളുപ്പ വഴി അവർ തിരഞ്ഞെടുത്തു. പക്ഷെ ഈ കുരുട്ടുബുദ്ധി പറഞ്ഞുകൊടുത്ത ആ മാസ്റ്റർ ബ്രെയിൻ ആരായാലും സുരേന്ദ്രൻ അത് പൊളിച്ചടുക്കി എന്നത് ശ്രദ്ധേയമാണ്. വോട്ട് ചോദിക്കാൻ ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ UDF-ന് പേടിയാണ്. സ്വന്തം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് കാരണം പരസ്പരം ചെളി വാരി എറിയുന്ന തിരക്കിലാണ് അവർ. ആകെ വോട്ട് ചോദിക്കാൻ ചെന്നാൽ ജനം ചോദിക്കും, ഇത്രയും കാലം ഇവിടെ എന്തു ചെയ്തു എന്ന്. ഈ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടുമ്പോഴാണ് എന്നാൽ പിന്നെ നാട്ടിലില്ലാത്തവരുടെ വോട്ട് നമ്മൾ തന്നെ ചെയ്യാമെന്ന ഒരു കുരുട്ട് ബുദ്ധി ഉദിക്കുന്നത്. തോൽവി ഉറപ്പായ ഒരു ടീമിന് മാത്രമേ ഇത്തരം ബുദ്ധികൾ തോന്നുകയുള്ളൂ. സുരേന്ദ്രൻ ഉയർത്തുന്ന വികസന തരംഗത്തിൽ ഒലിച്ചു പോകുമെന്ന് ഉറപ്പായപ്പോൾ കച്ചിത്തുരുമ്പ് പോലെ കള്ളവോട്ടിനെ പിടിച്ചു തൂങ്ങുകയാണ് UDF. ഇനി മറ്റൊരു രസകരമായ കാര്യം ഈ സ്ലിപ്പ് ശേഖരണത്തിന്റെ വ്യാപ്തിയാണ്. മംഗൽപാടിയിലും കുമ്പളയിലും ഒക്കെ വീടുകൾ കയറി പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പ് ചോദിക്കാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? സ്വന്തം അണികളെ പോലും വിശ്വാസമില്ലാത്ത നേതാക്കളാണ് ഇപ്പോൾ കള്ളവോട്ടിന്റെ ഫലത്തിൽ ജയിക്കാൻ നോക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കുത്തക എന്ന് പറയുന്ന ആ 25 ബൂത്തുകളിൽ ഇത്തവണ സുരേന്ദ്രൻ ക്യാമറ വെക്കുമെന്ന് പറഞ്ഞതോടെ പലരുടെയും മുഖം വാടിയിട്ടുണ്ട്. ഭയം കൊണ്ടാണോ ഈ വിറയൽ? സംശയിക്കേണ്ട, തോൽവി ഉറപ്പായവരുടെ അവസാനത്തെ വെപ്രാളമാണിത്. മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഇപ്പോൾ UDF-നെ നോക്കി ചിരിക്കുകയാണ്.
വർഗീയതയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന മോഹം നടക്കാതെ വന്നപ്പോൾ വോട്ടർമാരെ തന്നെ സൃഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണിവർ. എന്നാൽ സുരേന്ദ്രൻ എന്ന കരുത്തുറ്റ നേതാവ് അവിടെ കാവലുണ്ട്. മഞ്ചേശ്വരത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് രേഖപ്പെടുത്താൻ പോകുന്നത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയമായിട്ടായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? കാരണം പതിറ്റാണ്ടുകളായി മഞ്ചേശ്വരത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിയിട്ട ഒരു രാഷ്ട്രീയ ശൈലിയുടെ അന്ത്യം കുറിക്കാനുള്ള പുറപ്പാടിലാണ് ഇവിടുത്തെ വോട്ടർമാർ. വികസനം എന്ന വാക്ക് കേൾക്കുമ്പോൾ മുഖം തിരിക്കുന്നവർക്ക്, സ്ലിപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രം അധികാരം പിടിക്കാമെന്ന് മോഹിക്കുന്നവർക്ക് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് കനത്ത പ്രഹരമായിരിക്കും. UDFന്റെ പാളയത്തിൽ ഇപ്പോൾ പടരുന്നത് വെറുമൊരു പരാജയഭീതിയല്ല, മറിച്ച് തങ്ങളുടെ കാലഹരണപ്പെട്ട തന്ത്രങ്ങൾ ഓരോന്നായി സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവ് പൊളിച്ചെടുക്കുന്നു എന്ന തിരിച്ചറിവാണ്. ഇനി ഇവിടെ നമ്മൾ കാണേണ്ടത് കെ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ ദീർഘവീക്ഷണമാണ്. വെറും ഒരു ആരോപണം ഉന്നയിച്ച് പിന്മാറുന്ന രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം, മറിച്ച് മണ്ഡലത്തിലെ ഓരോ ബൂത്തിലെയും സൂക്ഷ്മമായ ചലനങ്ങൾ പോലും നിരീക്ഷിക്കാൻ പാകത്തിൽ തന്റെ പ്രവർത്തകരെ സജ്ജമാക്കിയ ഒരു മികച്ച പോരാളിയാണ്. UDF പ്രവർത്തകർ പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുമായി നടക്കുന്നത് കണ്ടുപിടിച്ചത് സുരേന്ദ്രന്റെ ഈ കൃത്യമായ ഹോംവർക്കിന്റെ ഫലമാണ്. ഇത് മഞ്ചേശ്വരത്തെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കാൻ ഇവിടെ ഒരാളുണ്ട്. ഈ ഉറപ്പാണ് UDFന്റെ ഉറക്കം കെടുത്തുന്നത്. വോട്ട് മോഷണം നടത്തി ശീലിച്ചവർക്ക് സത്യസന്ധമായ ഒരു പോരാട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ മഞ്ചേശ്വരത്തെ ഓരോ UDF നേതാവിന്റെയും മുഖത്ത് ഇന്ന് പ്രകടമാണ്. ഇനി മറ്റൊരു പ്രധാന വശം, മഞ്ചേശ്വരത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ മാറ്റത്തെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മതിൽ കെട്ടി ജനങ്ങളെ തമ്മിലടിപ്പിച്ച അധികാരം നിലനിർത്തിയ അവരുടെ തന്ത്രങ്ങൾ ഇത്തവണ പാളിയിരിക്കുന്നു. കള്ളവോട്ട് ചെയ്യാനുള്ള അവരുടെ നീക്കം സത്യത്തിൽ അവിടുത്തെ മുസ്ലിം വോട്ടർമാരോടുള്ള അവഹേളനം കൂടിയാണ്. നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ കള്ളവോട്ട് ചെയ്യുമെന്ന ആ ധാർഷ്ട്യത്തിനാണ് സുരേന്ദ്രൻ ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. വികസനത്തിന്റെ പുതിയ ആകാശം സ്വപ്നം കാണുന്ന ഒരു ജനതയെ കള്ളവോട്ട് കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. UDFന്റെ ഗ്രൂപ്പ് പോരും തമ്മിലടിയും പരിഗണിക്കുമ്പോൾ അവർ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തന്നെ ഒരു പാതി മനസ്സോടെയാണ്. അങ്ങനെയുള്ളവർക്ക് ആകെയുള്ള ഏക ആശ്വാസം ഈ സ്ലിപ്പ് ശേഖരണമായിരുന്നു. അതും സുരേന്ദ്രൻ പരസ്യമാക്കിയതോടെ അവർക്ക് മുന്നിൽ ഇനി വഴികളില്ല. സർക്കാരിനെതിരായ രോഷവും ലീഗിന്റെ സ്വാർത്ഥ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പും ഒത്തുചേരുമ്പോൾ മഞ്ചേശ്വരത്ത് ഒരു പുതിയ സൂര്യോദയം സംഭവിക്കാൻ പോവുകയാണ്. ഇത് വെറും ഒരു വോട്ട് രാഷ്ട്രീയമല്ല, മറിച്ച് മഞ്ചേശ്വരത്തെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള യുദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ കാഴ്ചകൾ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. ജനാധിപത്യത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവർ എത്ര ഉന്നതരായാലും അവർക്ക് തിരിച്ചടി ലഭിക്കുമെന്ന ഉറപ്പാണ്. കെ സുരേന്ദ്രൻ ഉയർത്തിയ ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകളല്ല, മറിച്ച് മഞ്ചേശ്വരത്തിന്റെ ശോഭനമായ ഭാവിയിലേക്കുള്ള വാതിലുകളാണ്. സ്ലിപ്പുകൾ ശേഖരിച്ചവരും കള്ളവോട്ടിന് പദ്ധതിയിട്ടവരും ഈ മണ്ണ് നൽകാൻ പോകുന്ന മറുപടി കാത്തിരുന്ന് കാണുക. സത്യസന്ധമായ വോട്ടുകൾ മാത്രം പോൾ ചെയ്യപ്പെടുന്ന, വികസനം മാത്രം ചർച്ചയാകുന്ന ഒരു പുതിയ മഞ്ചേശ്വരം പിറവികൊള്ളുകയാണ്. അവിടെ കള്ളത്തരങ്ങൾക്കും കുരുട്ടുബുദ്ധികൾക്കും സ്ഥാനമില്ല. BJPയുടെ വിജയവും കെ സുരേന്ദ്രന്റെ നേതൃത്വവും മഞ്ചേശ്വരത്തെ വികസനത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് കള്ളവോട്ടിനെ കുറിച്ചാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് UDFന്റെ ആത്മവിശ്വാസം എങ്ങനെ തകർന്നു എന്നതിനെ കുറിച്ചാണ്. പണ്ടൊക്കെ മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പ് എന്നാൽ UDFന് ഒരു പിക്നിക് പോലെയായിരുന്നു. ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തൻ മണ്ഡലത്തിൽ വേരുറപ്പിച്ചതോടെ ആ പഴയ സുഖവാസം അവസാനിച്ചു. തോൽവി മണക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം വെപ്രാളമുണ്ട്. ആ വെപ്രാളമാണ് ഇപ്പോൾ സ്ലിപ്പ് ശേഖരണമായും കള്ളവോട്ട് നീക്കവുമായി പുറത്തു വരുന്നത്. ഇനി മറ്റൊന്ന്, UDFലെ ഗ്രൂപ്പ് നേതാക്കൾ തമ്മിലുള്ള മത്സരമാണ്. മഞ്ചേശ്വരത്ത് ആര് കള്ളവോട്ട് കൂടുതൽ ചെയ്യും എന്നതിലാണ് ഇപ്പോൾ അവിടെ മത്സരം നടക്കുന്നതെന്ന് തോന്നുന്നു. ഒരാൾ സ്ലിപ്പ് ശേഖരിക്കുമ്പോൾ മറ്റൊരാൾ അപരന്മാരെ കണ്ടെത്താനുള്ള തിരക്കിലാണ്. ഈ തമ്മിലടിയിലും കള്ളത്തരത്തിന് വേണ്ടി അവർ കാണിക്കുന്ന ആ ഒരു ഐക്യം കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. പക്ഷേ സുരേന്ദ്രൻ ഓരോ ബൂത്തിലും തന്റെ സൈന്യത്തെ കാവൽ നിർത്തിയിട്ടുണ്ട്. ഈ സ്ലിപ്പ് മാഫിയ ബൂത്തിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നത് BJPയുടെ കരുത്തുറ്റ പ്രവർത്തകരെയായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.